സൗകര്യങ്ങളും അവരൊക്കെ മാറി സഹായിക്കാൻ തയ്യാറല്ല. പരിധി വരെയല്ലേ നമുക്ക് സഹായങ്ങൾ. അവരെ നമ്മളെ ആവശ്യം ഇവിടെയില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഈ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ അത്ര എല്ലാവർക്കും ഇതിൻ്റെ സീരിയസ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പം ചിലപ്പോൾ പുറത്തുള്ളവർ സഹായിച്ചാലും നാട്ടിലുള്ളവർക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നും വണ്ടി എടുത്തുകൊണ്ട് പോകണം, വന്ന് ഒരു നേരം ഓടിയിട്ട് ഡയാലിസിസ് കയറും. പിന്നെ പിറ്റന്നാകുമ്പോൾ ദേഹമൊക്കെ ഭയങ്കര എന്നാലും പോവും. 19,000 രൂപ പെറ്റിയാണ്. പെറ്റി ഇടകിടം പള്ളി ടെസ്റ്റ് നടത്തണം. വീടേകദേശം മറ്റുള്ളവരുടെ കയ്യിലാവും. നമസ്കാരം. കാരുണ്യത്തിൻ്റെ തൂവൽ സ്പർശം എന്ന പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി നമ്മുടെ ചാനലിലേക്ക് എത്തി നിൽക്കുന്ന വ്യക്തിയെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് ചേട്ടാ പേര്? മോഹന്. ഓട്ടോ ഡ്രൈവറാണ്. ഇപ്പോഴത്തെ നിലവിലെ ജീവിത സാഹചര്യം എങ്ങനെയാണ്? 8 വർഷം കൊണ്ട് ഡയാലിസിസ് ചെയ്യുന്നു. 4 വർഷം പ്രൈവറ്റിൽ. ഇപ്പോൾ 4 വർഷമാണ് ആശുപത്രി കിട്ടിയത്. വീട്ടിൽ ആരൊക്കെയാണുള്ളത്? വീട്ടിൽ ഭാര്യയും മോനും ഞാനും. പിന്നെ വീട് പണയത്തിലാണ്. 13 ലക്ഷം രൂപയുടെ കടമുണ്ട്. വണ്ടിയോടെ ചേട്ടൻ്റെ വരുമാനത്തിലാണോ ആ കുടുംബം കഴിഞ്ഞു പോകുന്നത്? എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? എത്ര വർഷമായി ചേട്ടാ ഈ ഓട്ടോ ഡ്രൈവിംഗ് ഫീൽഡിലേക്ക് വന്നിട്ട്? 25 വർഷമായി. പിന്നെ ഇപ്പോൾ അല്ല, ആദ്യം കല്ലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ വൃക്കൈ കംപ്ലൈൻ്റായി. പിന്നെ ഡയാലിസിസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഇപ്പോൾ 8 വർഷം കൊണ്ട് ഡയാലിസിസ് ചെയ്യുന്നത്. പക്ഷേ വണ്ടി ഓടിയാണ്. ഇപ്പോൾ ഡയാലിസിസിന് തന്നെ ഇദ്ദേഹത്തിന് ഒരുപാട് പൈസ ചിലവാകും. അപ്പോൾ ഈ ഒരു ഡയാലിസിസിൻ്റെ പൈസയൊക്കെ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? വണ്ടി ഓടിക്കണം. ഇത്തിരി കടമുണ്ട്. ഇപ്പം ഈ ഒരു അസുഖബാധിതനായി നിൽക്കുമ്പോഴും ഈ ഒരു സാഹചര്യത്തിലും വണ്ടി ഓടുകയാണല്ലേ ചെയ്യുന്നത്? വണ്ടി ഓടി തന്നെയാണ്. പക്ഷെ പറ്റുന്നില്ല. അത് മൊത്തം നീരും. ഭാര്യ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഭാര്യയ്ക്ക് വയ്യ. മോൻ +2 ഒരു വിഷയം ഉണ്ട് എഴുതിയെടുക്കാൻ. അപ്പം വീട് 13,000 രൂപയാണ് ഒരു മാസം കടം നീക്കാൻ. പിന്നെ ഡയാലിസിന് ഒരു 10 രൂപയെങ്കിലും വേണ്ടി വരും. പിന്നെ നമ്മളെ ചിലവും കാര്യം വീട്ടിൽ ചിലവ് പറ്റുന്നില്ല. നാട്ടുകാരുടെയോ അല്ലെങ്കിൽ ഓട്ടോ സുഹൃത്തുക്കളുടെയോ എന്തെങ്കിലും സഹായങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഓട്ടോ അങ്ങനെ സഹായം ലഭിക്കുന്നില്ല. നാട്ടുകാർ ചിലവരൊക്കെ ആദ്യം സഹായിച്ചു. ഈ അസുഖം വന്നപ്പം ബന്ധുക്കൾ മൊത്തം ശത്രുവായി. അപ്പം സർക്കാരിൽ നിന്നും എന്തെങ്കിലും ഫണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? അങ്ങനെ ഫണ്ടായിട്ട് കിട്ടുന്നില്ല. ആദ്യം ഒരു 20,000 രൂപ കിട്ടി 4 വർഷത്തിൽ നിന്നും. അല്ലാതെ ഒന്നും. പിന്നെ ചില പള്ളിയിൽ നിന്നും ക്ഷേത്രത്തിൽ നിന്നൊക്കെ ചെറിയ ചെറിയ വർഷത്തിലൊരിക്കൽ 2 വർഷത്തിലൊരിക്കൽ സഹായിക്കും. വീട്ട് ബുദ്ധിമുട്ടാണ്. അപ്പം മകനിനി മുന്നോട്ടുള്ള വിദ്യാഭ്യാസം നോക്കണമല്ലേ? അത് നമ്മൾ മരിക്കുന്നവരെ ഡയാലിസിസ് ചെയ്യണം.
പക്ഷേ വണ്ടി ഓടാൻ ആഗ്രഹമുണ്ട്. വണ്ടി ടെസ്റ്റ് കഴിഞ്ഞില്ല. പിന്നെ ഇപ്പം 19,000 രൂപ പെറ്റിയെടുക്കണം. ബുദ്ധിമുട്ടാണ്. ഇന്നും ഡയാലിസിസിന് പോകുന്ന വഴിക്കാണല്ലേ നമ്മുടെ ഈ ചാനലിന്റെ അരികിലേക്ക് വന്നത്? ഓടിയിട്ടാണ് വന്നത് ചാനൽ. എന്നും അങ്ങനെ 1 മണി വരെ വണ്ടി ഓടിയിട്ട് ഡയാലിസിസ് എടുക്കും. പിന്നെ പിറ്റേന്ന് എല്ലാ ദിവസവും ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുന്നുണ്ടോ? ഒന്നരാടം ഇപ്പോൾ ഇദ്ദേഹത്തിന് ഒരുപാട് ചിലവുകളും ബാധ്യതകളും ഉണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു കൈത്താങ്ങ്, ഇദ്ദേഹത്തിനൊരു സഹായം കൂടി ആവശ്യമാണ് മുന്നോട്ടുള്ള ജീവിതത്തിന്. ഭാര്യയും അസുഖബാധിതയാണ്. മകനെ ഇനി പഠിപ്പിക്കണം. ഇദ്ദേഹത്തിന് ദിവസവും ഡയാലിസിസ് ചെയ്യണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഓട്ടോ ഓടിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അസുഖം അദ്ദേഹത്തെ മാനസികമായും ശാരീരികമായും തളർത്തുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം അല്ലെങ്കിൽ ഒരു സഹായം ഇദ്ദേഹത്തിന് ആവശ്യമാണ്. അതിനുവേണ്ട നമ്പറും QR കോഡും താഴെ നൽകിയിട്ടുണ്ട്. ഒരു കൈത്താങ്ങാകാം. നല്ല രീതിയിൽ ആഹാരം പോലും മക്കൾ ഭാര്യയ്ക്കും മോനും മുറിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം. പണിക്ക് പോയി തുടങ്ങിയില്ല, പോണം. ബന്ധുക്കളൊക്കെ ഗൗരവങ്ങളും അവരൊക്കെ മാറി സഹായിക്കാൻ തയ്യാറല്ല. നമുക്ക് സഹായം നമ്മളാവശ്യം ഇവിടെയില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഈ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ അത്ര എല്ലാവർക്കും ഇതിൻ്റെ സീരിയസ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ചിലപ്പോൾ പുറത്തുള്ളവർ സഹായിച്ചാലും നാട്ടിലുള്ളവർക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നും വണ്ടി എടുത്തുകൊണ്ട് പോകണം. വന്ന് 1 മണി വരെ ഓടിയിട്ട് ഡയാലിസിസ് കയറും. പിന്നെ പിറ്റന്നാകുമ്പോൾ യോഗമായിട്ട് എന്നാലും പോവും. 19,000 രൂപ പെറ്റി എടുക്കണം, വണ്ടി ടെസ്റ്റ് എടുക്കണം. വീടേകദേശം മറ്റുള്ളവരുടെ വീടാവും. സമ്മാന പെരുമഴ സീസൺ 2 2024 വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ സീസൺ 2. ആശ്രയ സമ്മാന പെരുമഴ സീസൺ 1-ൽ വിഘ്നേശ്വര ഗ്രാനൈറ്റ്സ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു. അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ 100 പേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഭാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2-ൽ ഏറ്റെടുക്കുന്നു. VMTV ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ച പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും VMTV ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം.